ആർത്തവം അവസാനിച്ചു, ഇനി എന്ത് ലൈംഗികത അല്ലേ എന്ന് നിങ്ങൾ പല സ്ത്രീകളും ചിന്തിക്കാറുണ്ട്. എൻ്റെ ആർത്തവം നിന്ന് കഴിഞ്ഞില്ലേ, ഇനി എന്ത് ലൈംഗികത, ഇനി എനിക്ക് എൻ്റെ ജീവിതത്തിലെ ലൈംഗികതയൊന്നും ആസ്വദിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ പല സ്ത്രീകളും അങ്ങ് ധരിച്ചു വെച്ചിട്ടുണ്ടാകും. ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമുക്ക് ചുറ്റിലും നമ്മൾ കാണുന്നതാണ് ഈ ഒരു മെൻസസ് നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബെഡിൽ രണ്ടറ്റത്തായിരിക്കും. ഒന്നുകിൽ അങ്ങോട്ട് തിരിഞ്ഞെടുക്കും അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞെടുക്കും. അതല്ലെങ്കിൽ രണ്ട് റൂമുകളിലായിരിക്കും. പണ്ടൊക്കെ നമ്മൾ കാണുന്ന ഒരു സംഭവമായിരുന്നു. നമ്മുടെ വല്ലുപ്പന്മാരൊക്കെ രണ്ട് റൂമുകളിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അവർക്കൊരു പെർട്ടിക്കുലർ ഏജ് ആയി കഴിഞ്ഞാൽ ഇനി ലൈംഗികതയൊന്നും വേണ്ട എന്നുള്ളൊരു ചിന്തയാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു ആർത്തവം നിന്നതിന് ശേഷം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പ്രായമായതിന് ശേഷമാണ് നമുക്ക് ലൈംഗികത ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റിയ സമയം. കാരണം എന്താ വെച്ചാൽ ആ സമയത്ത് നമ്മൾ പണ്ടത്തെ പോലെ നമ്മുടെ ഒരു മധ്യവിധ കാലത്ത് നമ്മുടെ ഹണിമൂൺ പീരീഡിലുള്ള ഒരു സമയം പോലെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഏറ്റവും ഫ്രീ ആയിട്ടിരിക്കുന്ന, കുട്ടികളുടെ ഡിസ്റ്റർബൻസസോ അവരെ നോക്കുന്ന റെസ്പോൺസിബിലിറ്റീസോ ഒന്നുമില്ലാതെ അവർ രണ്ടുപേരും മാത്രമായിട്ട് ഇരിക്കുന്ന ഒരു സമയം, ഒരു സെക്കൻഡ് ഹണിമൂൺ എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ് ഈ ഒരു ആർത്തവിരാമം അല്ലെങ്കിൽ ഓൾഡ് ഏജ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ്. പക്ഷെ അത് പലരും മനസ്സിലാക്കാതെ പോകുന്നു. ഈ ഒരു സമയത്ത് സ്ത്രീകളിൽ ഈ ഒരു ലൈംഗികതയോടുള്ള താല്പര്യക്കുറവ് ഉണ്ടാകുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അത് മെയിനായിട്ട് അവരുടെ ശരീരത്തിൽ നിന്നുള്ള ഈസ്ട്രജൻ എന്നുള്ള ഹോർമോൺ വിഡ്രോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ശരീരത്തിൽ ഈ ഒരു സെക്സിനോടുള്ള താല്പര്യം കുറഞ്ഞു പോകുന്നത് സാധാരണയാണ്. പക്ഷേ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചില മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ, ചില ഭക്ഷണങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ, നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഒരു ഈസ്ട്രജൻ്റെ ഡെഫിഷ്യൻസി നമുക്ക് മേക്കപ്പ് ചെയ്യാനും ക്ലിയർ ചെയ്യാനും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു നഷ്ടപ്പെട്ട ഈ ഒരു ലൈംഗിക താല്പര്യം വീണ്ടെടുക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഡയറ്റിൽ ഒരു ആർത്തവിരാമം സംഭവിച്ച സ്ത്രീ അല്ലെങ്കിൽ ഈ ഒരു ലൈംഗികതയോട് താല്പര്യക്കുറവ് തോന്നുന്ന സ്ത്രീകൾ നിങ്ങളുടെ ഡയറ്റിൽ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തേണ്ട കുറച്ച് ഭക്ഷണങ്ങളെക്കുറിച്ചാണ്. ഈ ഭക്ഷണങ്ങൾ നിങ്ങളുടെ ലൈംഗിക താല്പര്യം കൂട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ നിതാഷ മുഹമ്മദ്, ഡോക്ടർ ബാസിൽ ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, മലപ്പുറം ജില്ല, പാണ്ടിക്കാട്, കോഴിക്കോട്, നടക്കാവ്. ഈ മെനപ്പോസിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ആർത്തവിരാമം സംഭവിച്ച സമയത്ത് മെയിനായിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നത് ഹോർമോണൽ ഇംബാലൻസ് ആണ്. അപ്പോൾ ഈ ഹോർമോണൽ ഇംബാലൻസ് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫുഡുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത് മെയിനായിട്ട് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യും. ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു സെക്സിനോടുള്ള എനർജി അല്ലെങ്കിൽ അത് നമ്മുടെ ബോഡിയിൽ ഒരു എനർജി ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് സെക്ഷൽ ഡിസയർ കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യും. അതുപോലെ ചില ഫുഡുകൾ നമ്മുടെ ഈസ്ട്രജൻ ലെവൽ കൂട്ടാനും ഫൈറ്റോ ഈസ്ട്രജൻസ് ആയിട്ട് ആക്ട് ചെയ്യാനും നമ്മുടെ ഈ ഒരു ഇതിനോടുള്ള താല്പര്യം കൂട്ടാനും നമ്മൾ വളരെ ഹെൽപ്പ് ചെയ്യണം. അതിൽ ആദ്യത്തേത് നമ്പർ 1 ഫുഡ് എന്ന് പറയുന്നത് നട്ട്സ് ആൻഡ് സീഡ്സ് ആണ്. നട്ട്സ് ആൻഡ് സീഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പംകിൻ സീഡ്, അതുപോലെ ആൽമണ്ട്സ്, അതുപോലെ ഫ്ലാക്സ് സീഡ്സ്, അതുപോലെ മറ്റ് കാഷ്യൂ പോലുള്ള നട്ട്സുകളൊക്കെ മെയിനായിട്ട് അതിലുള്ള omega-3 ഫാറ്റി ആസിഡ്സും സിങ്കും, ഈ രണ്ട് സംഭവങ്ങളും നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഹോർമോണൽ ഇംബാലൻസ് ക്ലിയർ ചെയ്യാനും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി രണ്ടാമതായിട്ട് വരുന്നത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ മുരിങ്ങയില, ചീരയില പോലുള്ള സംഭവങ്ങൾ. ഇത് നമുക്കറിയാം അത് വൈറ്റമിൻ റിച്ച് ആണ്, അതുപോലെ തന്നെ അയൺ റിച്ച് ആണ്. ഈ അയൺ റിച്ച് എന്ന് പറയുമ്പോൾ അയണിൻ്റെ ഇത് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് കൂടും. ബ്ലഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ബ്ലഡ് ഫ്ലോ കൂടുമ്പോൾ നമുക്ക് ഇതിനോട് ശരീരത്തിൽ കുറച്ചും കൂടി ഒരു ഊർജ്ജം ഫീൽ ചെയ്യും. ഈ സെക്സിനോടുള്ള താല്പര്യം കൂടുന്നതാണ്. അപ്പോൾ നിർബന്ധമായിട്ടും ഇത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. പിന്നെ അടുത്തതായിട്ട് വരുന്നതാണ് അവക്കാഡോ എന്ന് പറയുമ്പോൾ ബട്ടർ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള ഹെൽത്തി ഫാറ്റ് നമ്മുടെ ഈ ഒരു സെക്ഷൽ ഡിസയർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ അവക്കാഡോ ജ്യൂസ് അല്ലെങ്കിൽ അവക്കാഡോ അങ്ങനെ തന്നെ കഴിക്കുന്നതൊക്കെ ഈ ഒരു സെക്സിനോടുള്ള താല്പര്യക്കുറവ് പരിഹരിക്കാൻ ഭയങ്കരമായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ് ഡാർക്ക് ചോക്ലേറ്റ്. എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സെക്സ് ഹോർമോൺസ് ആയിട്ടുള്ള സെറട്ടോണിൻ, അതുപോലെ തന്നെ ഡോപ്പാമിൻ എന്നുള്ള ഹോർമോൺസിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഹോർമോൺസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സെക്ഷൽ ലിബിഡോ, സെക്സിനോടുള്ള താല്പര്യം കമ്പാരിറ്റീവ്ലി ഭയങ്കരമായിട്ട് കൂടും. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാനും ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഹെൽപ്പ് ചെയ്യുന്നതാണ്.
പിന്നെ അതുപോലെ തന്നെ വരുന്നതാണ് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ. അറിയാലോ, ഓറഞ്ച്, അതുപോലെ തന്നെ പൊമഗ്രനേറ്റ്, സിട്രിക് ആയിട്ടുള്ള സംഭവങ്ങൾ. ഇതൊക്കെ വൈറ്റമിൻ സി റിച്ച് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാനും പൊതുവേ ഒരു എനർജി ഫീൽ ചെയ്യാനും വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ വരുന്നതാണ് നമ്മുടെ സോയ പ്രൊഡക്ട്സ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് സോയ പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ. സോയാബീൻ, സോയ മിൽക്ക്, അതുപോലത്തുള്ള സംഭവങ്ങൾ. ഇതിൽ മെയിനായിട്ട് അടങ്ങിയിട്ടുള്ള സംഭവമാണ് ഫൈറ്റോ ഈസ്ട്രജൻ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഈ ഫൈറ്റോ ഈസ്ട്രജൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈസ്ട്രജൻ ഡെഫിഷ്യൻസി കാരണമാണല്ലോ ഈ ഒരു താല്പര്യക്കുറവ് വരുന്നത്. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ, ആ ഒരു ഡെഫിഷ്യൻസി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സോയ പ്രൊഡക്ട്സ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈസ്ട്രജൻ്റെ ലെവൽ കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇതിനോടുള്ള താല്പര്യം കൂടാനും നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ബെറീസ് എന്ന് പറയുമ്പോൾ സ്ട്രോബെറി, ബ്ലൂബെറി പോലുള്ള ബെറീസ് അറിയാലോ. അതിലുള്ളത് എന്താ? ആൻറ്റി ഓക്സിഡൻസ്. ഈ ആൻറ്റി ഓക്സിഡൻസ് മെയിനായിട്ട് നമ്മുടെ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യും. സെയിം സംഭവം തന്നെ, ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യും. നമ്മുടെ ശരീരത്തിലുള്ള എനർജി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അത് നമുക്ക് ഈ ഒരു സെക്സിനോടുള്ള ഈ ഒരു ഇഷ്ടം കൂടാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഫാറ്റി ഫിഷസ് എന്ന് പറയുമ്പോൾ സാൽമൺ, അതുപോലെ തന്നെ മത്തി, സാർഡൈൻ പോലുള്ള ഫിഷസ്. ഇതിലുള്ള ഫാറ്റ്, ഗുഡ് ഫാറ്റും അതുപോലെ തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സും ഈ ഒരു സെക്സിനോടുള്ള താല്പര്യക്കുറവ് ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ വരുന്നതാണ് നമ്മുടെ ഹോൾ ഗ്രെയിൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ റൈസ്, ബ്രൗൺ റൈസ്, അതുപോലെ തന്നെ മില്ലറ്റ്സ്, അതുപോലെ ഓട്സ്, ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ. അതിലുള്ള കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ പോലും പൊതുവേ ഈ ഒരു ആർത്തവിരാമം സംഭവിച്ച സമയത്തൊക്കെ പല സ്ത്രീകൾക്കും ക്ഷീണം ഉണ്ടാകും, ഭയങ്കരമായിട്ടുള്ള ക്ഷീണം. അപ്പോൾ ആ ഒരു എനർജി ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റാർച്ച് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഹോൾ ഗ്രെയിൻസ് ഭയങ്കരമായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ ക്ഷീണം മാറാനൊക്കെ നന്നായിട്ട് സഹായിക്കുന്നതാണ്. ഇനി ഞാൻ മുന്നേ പറഞ്ഞ ഈ ഭക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കഴിച്ചു എന്ന് കരുതിയിട്ട് നിങ്ങളുടെ സെക്ഷൽ പവർ അല്ലെങ്കിൽ സെക്സിനോടുള്ള താല്പര്യം ഭയങ്കരമായിട്ട് കൂടാനൊന്നും പോകുന്നില്ല. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ബാലൻസ്ഡ് ഡയറ്റ് നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഉണ്ടാവണം. ഈ ഡയറ്റിൽ ഞാൻ ഈ മുന്നേ പറഞ്ഞ ഭക്ഷണങ്ങൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. പിന്നെ രണ്ടാമതായിട്ടാണ് നിങ്ങൾ സ്ട്രെസ് ഫ്രീ ആയിരിക്കണം. ഭയങ്കര ടെൻഷൻ, ഡിപ്രഷൻ, ആങ്സൈറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്ത് മൈൻഡ് എപ്പോഴും ഫ്രീ ആക്കി വയ്ക്കുക. പിന്നെ അടുത്തതാണ് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ലൊരു ഇമോഷണൽ ബോണ്ട് ഉണ്ടാകുക. ഈ 3 സംഭവങ്ങൾ, ബാലൻസ്ഡ് ഡയറ്റ്, സ്ട്രെസ് ഫ്രീ ആയിരിക്കുക, ഒരു ഇമോഷണൽ ബോണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്തി സെക്സ് നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ ബുദ്ധിമുട്ടുകളുമായിട്ട് നമ്മുടെ OPയിൽ ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് അവർ 45 കഴിഞ്ഞ അല്ലെങ്കിൽ 55 ഒക്കെ ഉള്ളിലുള്ള സ്ത്രീകളായിരിക്കും. അപ്പോൾ മെയിനായിട്ട് ആർത്തവിരാമം കൊണ്ടായിരിക്കും ഈ ഒരു താല്പര്യക്കുറവ്. അപ്പോൾ അവരുടെ കാരണങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി, ഈ ഒരു ഈസ്ട്രജൻ ഡെഫിഷ്യൻസി കാരണമാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി രോഗനിർണയം നടത്തി, അതുപോലെ തന്നെ ഒരു യൂറോപ്യൻ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി മരുന്ന് നിർണയം നടത്തി, ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാത്ത ഹോമിയോ മെഡിസിൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ കൗൺസിലിംഗ് തെറാപ്പികൾ ആവശ്യമായിട്ടുള്ള കേസസിൽ, ലൈക്ക് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഈ ഒരു പ്രശ്നം കാരണം ഇഷ്യൂസ് വരെ ഉണ്ടായിട്ടുണ്ടാവും, ഡൈവോഴ്സിലേക്ക് വരെ എത്തിയിട്ടുണ്ടാവും ഈ ഒരു താല്പര്യക്കുറവ് കാരണം. അപ്പോൾ ആ കേസുകളിൽ നമ്മൾ കൗൺസിലിംഗ് വരെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് താഴെ തരുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഡോക്ടർ നിതാഷ മുഹമ്മദ്, ഡോക്ടർ ബാസിൽ ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, മലപ്പുറം ജില്ല, പാണ്ടിക്കാട്, കോഴിക്കോട് നടക്കാവ്.